സാർ സാറിന് എപ്പോഴാ വന്നേ? ഒരു മിസ് കോൾ വന്നിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നു സാർ. ഇത് നോക്ക്. ഹായ്, നല്ല അടിപൊളി കാർഡ്. വേണു വേർഡ്സ് മധുമതി. ഈ കല്യാണത്തിന് ഞങ്ങൾ പിസ്സ സപ്ലൈ ചെയ്യണോ സാർ? ശരിക്കും നോക്ക്. ശരിക്കും നോക്കിയ വേണു വേർഡ്സ് മധുമതി. എന്റെ ലവ് മധു മതി. നീ അറിഞ്ഞില്ല? അറിഞ്ഞില്ല സാർ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാൻ എന്ത് ചെയ്യാനാ സാർ? പിസ്സക്കാരൻ. സാർ എന്തെങ്കിലും ചെയ്. ശരി വാ. ഇത് വലിയ കുരിശായല്ലോ. എങ്ങോട്ടാണ്? എങ്ങോട്ടാണ് ആർക്കറിയാം. പോയിട്ട് വരട്ടെ. ഹായ് ബണ്ണി. ഏയ് ഒന്ന് വിടാതെ പൊടി. സെന്റി എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ നോക്കുമ്പോഴാ. ചേച്ചി അയാൾ വിളിക്കുന്നു. ഹായ് മധു. ഇയാളെന്താ ഇവിടെ? സാർ ഇവിടെ. ഒരു കാര്യം പറയാനുണ്ട്. എന്താ സർ? വാ പറയാം. കമോൺ. സത്യം പറഞ്ഞേക്ക്. എങ്ങനെ പറയുന്നതാ നല്ലത്. സാർ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു സാർ. പറ. അതായത് വൺ സെക്കൻഡ്. യെസ് സാർ. സാർ പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ പോയി. അവൻ നമ്മളെ ചീറ്റ് ചെയ്തു. അവൻ പറഞ്ഞാലേ കള്ളമാണ് സാർ. അവൻ കള്ളം പറഞ്ഞതാണെന്നോ? അവനെ അവനെ എൻകൗണ്ടർ ചെയ്യ്. അവനെ കൊല്ല് കൊല്ല്. അവനോട് ഇരിക്കാൻ പാടില്ല. I want him dead. No explanation. I want him dead, dead, dead. Dead, dead, dead. Sorry. I'm sorry. I'm sorry. My beautiful roses. I'm very sorry. മൂട് പോയി. എന്നോട് ആരെങ്കിലും കള്ളം പറഞ്ഞാൽ അവനെ കൊല്ലാനുള്ള ദേഷ്യം വരും എനിക്ക്. ഒരു തവണ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ 5 പേരെ എൻകൗണ്ടർ ചെയ്ത് കൊന്നിട്ടുള്ളത്. എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഇതൊന്നും അത്ര വലിയ കാര്യമല്ല. ബണ്ണി, നീ എന്താ പറഞ്ഞോണ്ടിരുന്നത്? എനിക്കറിയില്ല സാർ. വാട്ട്? എനിക്കറിയില്ല സാർ. Let's go. Let's go. Very good. Let's go. Sir, formalities are complete. Yes, sir. സാർ എന്തിനാ സാർ രജിസ്റ്റർ ഓഫീസിലേക്ക് വന്നത്? ഇന്ന് നിങ്ങളുടെ കല്യാണം. സാർ ഇത് ശരിയാവില്ല സാർ. എന്ത് സാർ? ഇപ്പൊ ഇത് ശരിയാവില്ല സാർ. ഇത്ര പെട്ടെന്നൊരു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? ബണ്ണി, ഇപ്പൊ മധുവിനെ നീ കല്യാണം കഴിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഇവിടെ നിന്നെ കിട്ടാൻ പോകുന്നില്ല. നിങ്ങളൊരു ഒപ്പിട്ടാ മാത്രം മതി. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാൻ ഇതിനെ സമ്മതിക്കില്ല. എന്ത്? ഇവനെ ഞാൻ തമ്മിൽ സ്റ്റോപ്പ്. ഞാൻ സംസാരിച്ചോളാം. ആവശ്യമില്ലാതെ DCP സാറിനെ ടെൻഷൻ ഉണ്ടാക്കരുത്. സാർ ഒരു 10 മിനിറ്റ് സമയം തരണം സാർ. ലൈഫ് മാറ്റർ അല്ലേ സാർ? പ്ലീസ് സാർ. ഗോ. ഇങ്ങ് വാ. മധു, ഒറ്റ ഒപ്പിന്റെ കാര്യമേ ഉള്ളൂ. നമുക്കൊന്ന് രക്ഷപ്പെടാൻ പറ്റും. നീ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണോ ഒപ്പിടാന്ന് വെച്ചാ കല്യാണം? അത് നിന്നെ പോലെ ഒരു പോക്കിരിയായിട്ട്. ആരാടി പോക്കരി? ശരി മധു, ആ DCPയോട് ഞാൻ തന്നെ ജീവനത്തിൽ സ്നേഹിക്കാന്ന് ഓവറാക്ട് ചെയ്തിട്ടൊക്കെയാ വിശ്വസിപ്പിച്ചത്. ഇപ്പൊ അതൊക്കെ കള്ളായിരുന്നു പറഞ്ഞാൽ അയാൾ എന്നെ കൊന്നുകളയും. പ്ലീസ് മധു, ഒറ്റ ഒപ്പിന്റെ കാര്യമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നീ എന്റെ മുഖം പോലും കാണില്ല. പ്ലീസ് മധു, തനിക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവാൻ ഞാൻ നോക്കിക്കോളാം. പ്ലീസ്. ഞാൻ ഒപ്പിടില്ല. അതിനേക്കാളും ചാകുന്നതാ നല്ലത്. ഏയ്, എന്തിനാണ് നീ എപ്പോഴും ചത്തുകളയും എന്ന് പറയുന്നത്? അത് നിന്റെ അടവല്ലേ? DCPയോട് നിന്നെ ഞാൻ പ്രേമിക്കുന്നു പറയേണ്ടി വന്നു ഇതേ കാരണം കൊണ്ടല്ലേ? അത് നിന്റെ തെറ്റാണ്. അതേടി, അതെന്റെ തെറ്റ് തന്നെയാ. അയാളുമായിട്ടുള്ള കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ നീ ജീവിച്ചിരിക്കലെന്ന് പറഞ്ഞ എന്റെ മുമ്പിൽ ഒരേ കരച്ചിലായിരുന്നല്ലോ. അത് കണ്ടില്ലെന്ന് അടിച്ചിരുന്നെങ്കിൽ നിന്റെ ഗതി എന്താകുമായിരുന്നു? അതെ, ഞാൻ കാരണം ഒരു പെണ്ണിന്റെ ജീവൻ നശിച്ചു പോകരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നോണ്ടാ. അത് തന്നെയാ ഞാൻ ചെയ്ത തെറ്റും. വെറും ഒരു കയ്യൊപ്പ്. എന്തിനാ അതിനെ വെറുതെ കല്യാണം എന്നൊക്കെ വിചാരിക്കുന്നത്? നാളെ ഏതെങ്കിലും ഒരു വക്കീലിന്റെ അടുത്ത് നിന്ന് ഒരു ഒപ്പോടി ഇട്ട ഡൈവോഴ്സും ആവും. അത് കഴിഞ്ഞാൽ നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. പ്ലീസ് മധു, ആലോചിച്ച് നോക്ക്. നീ എന്ത് പറഞ്ഞാലും എനിക്ക് അത്രയ്ക്കുള്ള ധൈര്യമൊന്നുമില്ല. ഏയ്,
അത്രയ്ക്ക് ധൈര്യമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ പഠിത്തം ലക്ഷ്യം മണ്ണാങ്കട്ടെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്? ഇല്ലെങ്കിൽ പോയി നിന്റെ അച്ഛൻ പറഞ്ഞ കല്യാണം കഴിക്കും. നീ അവിടെ ജീവച്ചവാടിരിക്കുമ്പോ എന്നെ DCP ഇടിച്ചു കൊന്ന് ശവമാക്കട്ടെ. ആർക്കും ഉപകാരമില്ല, നമ്മൾ രണ്ടുപേരും തീരട്ടെ. നോക്ക് മധു, ഇപ്പൊ താനവിടെ നിന്ന് ഒപ്പിടാതെ പോയാ അവിടെ തന്നെ അച്ഛൻ നിശ്ചയിച്ച കല്യാണം നടക്കും. അവനെ കല്യാണം കഴിച്ച് നിന്റെ ജീവിതം അങ്ങനെ നശിപ്പിച്ച് കളയണോ, അതോ ഈ ആരും അറിയാത്തുള്ള കല്യാണം കഴിച്ച് ഹാപ്പി ആയിട്ട് പഠിക്കണമെന്നും നീ തീരുമാനിക്കേ. നിനക്ക് എന്തും തീരുമാനിക്കാം. ഒരു വർഷത്തെ കഷ്ടപ്പാടും കൂടെ അല്ലേ ഉള്ളൂ മോളെ. നമ്മുടെ കുടുംബത്തിലൊരു ഡോക്ടർ ഉണ്ടാവാൻ പോവല്ലേ. നോക്ക്, ഈ കുടുംബത്തിൽ കാരണവന്മാരുടെ തീരുമാനങ്ങൾ എന്താണെങ്കിലും അത് മാത്രമേ നടന്നിട്ടുള്ളൂ. അത്രയ്ക്ക് ധൈര്യമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ പഠിത്തം ലക്ഷ്യം മണ്ണാങ്കട്ടെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്? അവരെ കല്യാണം കഴിച്ച് നിന്റെ ജീവിതം അങ്ങനെ നശിപ്പിച്ച് കളയണോ, അതോ ഈ ആരും അറിയാതെയുള്ള കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് പഠിക്കണമെന്നും നീ തീരുമാനിക്കും. ഞാൻ ഒപ്പിടാം. Congratulations. All the best. Thank you. Wish you a happy married life. Thank you. Come, let's go. ഇവരാരാ സാർ? സാറിന്റെ ഫ്രണ്ട്സാ? എടാ DCP, നീ പോലീസുകാരനോ അതോ കല്യാണ ബ്രോക്കറോ? നോക്കി നിൽക്കാതെ പോയി അവളെ പിടിച്ചിറക്കിക്കൊണ്ടു. മധു അരമണിക്കൂർ മുമ്പ് വരെ തന്റെ മോളായിരുന്നു. ഇപ്പൊ ഇവന്റെ ഭാര്യ. ഒറ്റ ഒരുത്തം മുമ്പോട്ട് വന്നാൽ പുകച്ചു കളയും. മധുവിന്റെ കൈ പിടിക്ക്. സാർ പിടിക്ക്. Hey, come on guys. My beautiful roses. ഈ ഫ്ലാറ്റ് എന്റെ മധുവുമായുള്ള കല്യാണം കഴിഞ്ഞ് ഇവിടെ താമസിക്കണമെന്നായിരുന്നു. ബട്ട് അതിനുള്ള യോഗം ഉണ്ടായത് ഇപ്പൊ നിങ്ങൾക്ക്. യെസ്, നിങ്ങളൊന്ന് സെറ്റിൽ ആവുന്നവരെ ഇവിടെ താമസിക്കണം. Come on, come on guys, come on. എന്താ ഷോക്കിന്ന് രണ്ടാളും റിലീസ് ആയില്ലേ? യുനോ മധു, ഞാൻ ഈ ചെയ്യുന്നതൊക്കെ നിനക്ക് വേണ്ടിയിട്ടല്ല. ബണ്ണി. ആ മധു, ബണ്ണിയുടെ ഈ സിൻസിയാരിറ്റി, സ്നേഹം, ത്യാഗം ഞാനിത് എത്രയെന്ന് കരുതിയാ കണ്ടില്ല എന്ന് മരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ റിസ്ക് എടുത്തത് ചെയ്തത്. സാർ 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 എന്താണോ താങ്ക്സ് പറയാൻ പോവാണോ? അതിന് ഞാൻ ഇത്രയൊക്കെ അല്ലേ ചെയ്തു. ചെയ്യാൻ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിയുണ്ടോ സാർ? ആ, താങ്ക് യു സാർ. വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു സാർ. എൻജോയ് ചെയ്യും രണ്ടുപേരും. ഓക്കേ, ബൈ ബൈ. ബന്നി സാർ എനിക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാലോ അല്ലേ? സാറ് സ്വന്തം വീടായി കരുതിക്കും. സോറി, സ്വന്തം തന്നെയാണല്ലോ. യു ആർ ഓൾവേസ് വെൽക്കം സാർ. ഐ ലൈക്ക് യു. ബൈ ബൈ സാർ. സോറി മധു, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. തന്റെ അച്ഛൻ ആ സമയത്തോടെ വരുമെന്നും ആ DCP നമ്മളെ ഈ ഫ്ലാറ്റിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിക്കുന്നൊന്നും ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല. മധു, മധു നോക്ക്, തനിക്കൊരിക്കലും വിഷമിക്കേണ്ടി വരില്ല. എനിക്ക് 5,000 റുപ്പീസ് സാലറി ഉണ്ട്. OT എല്ലാം കൂടി ചേർത്ത് ഒരു 2,000 റുപ്പീസ് വേറെയും കിട്ടും. അതെല്ലാം കൂടി വരുമ്പോ ഒരു 7-8 രൂപകളും കിട്ടും. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാലോ അല്ലേ? എന്താ മതിയാവില്ലേ? എന്താ നീ എന്നെ ഇവിടെ കല്യാണം കഴിച്ചോണ്ട് വന്നാണെന്ന് വിചാരിച്ചിരിക്കുകയാണോ? അവിടെ ഒപ്പിട്ടൊന്ന് കരുതി ജീവിതകാലം മുഴുവൻ നിന്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നതാണോ കരുതിയത്? അതിനേക്കാളൊക്കെ ഭേദം ചാവുന്നതാടാ. നിന്റെ കൂടെ ഒരു നിമിഷം പോലും ഞാൻ കഴിയില്ല. താൻ എന്തൊക്കെയാ പറയുന്നത്? ഏതോ വലിയ വീട്ടിലെ പെണ്ണല്ലേ, തനിക്കിവിടെ പ്രോബ്ലം ഒന്നും ഉണ്ടാവരുന്ന് ഓർത്തപ്പോ താൻ എന്റെ മുമ്പിൽ കിടന്ന് ഇങ്ങനെ തുള്ളുന്ന എന്തിനാ? ഞാനിങ്ങനെ കൈ ഞൊടിച്ചാണ്ടല്ലോ 1000 പെണ്ണുങ്ങള് എന്റെ പിന്നാലെ ഇങ്ങനെ വാല് വാട്ടിക്കൊണ്ട് വരും. അറിയാം, ലിഫ്റ്റിൽ വെച്ച് അറിഞ്ഞതാ ഞാൻ താനൊരു പോക്കിരിയാണെന്ന്. ആരടി പോക്കരി? എന്താ നിന്റെ ക്യാരക്ടർ അത്ര നല്ലതാണോ? റോഡിൽ കൂടി പോകുന്നവരെല്ലാം നോക്കി ഐ ലവ് യു എന്ന് വിളിച്ചു പറയുന്നില്ലേ നിന്റെ പണി? എലിമോന്ത കണ്ടാലും മതി.
സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ ചെരുപ്പൂരി അടിക്കും. കഴുതേ, കേട്ടോ? എടാ അളിയാ, ഇന്ന് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുന്നതിന് പകരം നിന്റെ സ്വന്തം ഭാര്യയോട് നീ ഫാമിലി പിടിച്ചിട്ട് പറയാൻ പോയത് എന്തിനാടാ? അയ്യോ, എന്നെ ചവിട്ടുന്നത് എന്തിനാടാ? എന്നെ കൊല്ലേണ്ടതാ. നീ കാരണം എന്റെ ജീവിതം ഇങ്ങനെ കോഞ്ഞാട്ട പോലെ ആയിപ്പോയി. അതെ, നിങ്ങൾ ഇങ്ങനെ കിടന്ന് വഴക്കടിക്കുന്നവന് വരെ അടുത്ത വഴി ആലോചിക്കും. അടുത്ത വഴി എന്ന് വെച്ചാൽ ഡൈവോഴ്സാ. വാട്ട്? ഇന്നലെ കല്യാണം കഴിച്ചിട്ട് ഇന്ന് ഡൈവോഴ്സോ? നോ 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 സാർ, കുറച്ച് കാശ് കൂടുതലായാലും കുഴപ്പമില്ല സാർ. എന്റെ ലൈഫിന്റെ കാര്യമാണ് സാർ. പ്ലീസ് സാർ. നോ മാൻ, നിങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ പോയി ലീഗലായി ഒപ്പിട്ടവരാണ്. ലീഗൽ ഈസ് ലീഗൽ. ഡൈവോഴ്സ് വേണമെങ്കിൽ മിനിമം 1 ഇയർ എങ്കിലും ആകണം. 1 ഇയർ ആവണമെന്നോ? 1 വർഷത്തെ കാര്യമല്ലേ ഉള്ളിയാ, സമാധാനപ്പെട്. 1 വർഷം സഹിക്കല്ലടാ. എന്താടാ, ആരാ വന്നേ? സാറായിരുന്നോ? വേറെ ആരെന്ന് വെച്ച് പേടിച്ചു പോലോ സാറേ. അതെന്താ എന്നെ കണ്ട പേടിക്കില്ലേ? സാർ, സാറിനെ കണ്ട എനിക്ക് ഭയങ്കര പേടിയാണ് സാർ. എന്റെ നിർത്തടാ, ഓവർ ആക്ട് ചെയ്യുന്നു. നീ ആ സൂര്യനാരായണന്റെ മോളെ കല്യാണം കഴിച്ചില്ലേ? നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ അവരുടെ ഷോപ്പ് കത്തിക്കും. 1/2 മണിക്കൂർ ടൈം തരുന്നു. ഈ വീടും ഷോപ്പും വിട്ട് നീ പൊയ്ക്കണം. സാർ, സാർ എന്താ ഇത്? പൊട്ടനാണോ? മാറിക്കടാ. എടാ, 1/2 മണിക്കൂറിനുള്ളിൽ ഇവനോട് പോയില്ലെങ്കിൽ നിങ്ങളായിരിക്കും ഞാൻ പറഞ്ഞു വിടുന്നത്. അല്ല സാർ, ബ്ലഡി ഫൂൾ. കണ്ടില്ലേടാ, ടൈം മോശമായപ്പോ കൊമേഡിയൻ പോലും വില്ലനായി മാറി. എടാ, ഇനി ഞാൻ എങ്ങോട്ട് പോകൂടാ? എന്ത് ചോദ്യമാളെ അത്? നിന്റെ കിടക്കല്ലേ സൂപ്പർ ഒരു ഫ്ലാറ്റും സൂപ്പർ ഒരു ഫിഗറും? ആരാടാ സൂപ്പർ ഫിഗർ? നിങ്ങൾ ആരെങ്കിലും അവളെ ശരി കണ്ടിട്ടുണ്ടോ? അവളുടെ മോന്തയും അവളുടെ കണ്ണും അവളുടെ വായൊക്കെ കൂടി കണ്ടാ സൂപ്പർ ഫിഗറിനെ ആണോടാ? ഫിഗർ ഉണ്ടായാൽ മാത്രം മതിയോ? ഗുണം കൂടി വേണ്ടേ? എപ്പ നോക്കിയാൽ ഇനാം വെച്ചേ പോലെ നീ ഇവിടെ എന്തെടുക്കുക? ഞാനില്ലായിരുന്നെങ്കിൽ നിന്റെ ജീവിതം തകർന്ന് തരിപ്പണമായി പോയില്ലായിരുന്നു. ആ നന്ദി നീ കാണിച്ചോ? ഞാനൊരു ഹെൽപ്പ് ചെയ്തിട്ടും ഇതാണോ നീ എന്നോട് ചെയ്യുന്നത്? ഇത് വല്ലതും നീ കേൾക്കുന്നുണ്ടോ? ഞാൻ ഇനി എങ്ങനെ ജീവിക്കും? എന്താ 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 ഇവിടെ ഇരിക്കുന്ന എന്താന്ന്? വിനായകനോട് സംസാരിച്ചോണ്ടിരിക്കല്ലേ? ഓർമ്മയുണ്ടോ? അതല്ല, നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന്? തന്റെ ഫാദർ കാരണമുള്ള ജോലിയും പോയി കിട്ടി. ഞാനിപ്പോ പരിപാടിയിലായി. എല്ലാം താൻ ഒരുത്തി കാരണമല്ലേ. ഞാൻ ഇങ്ങോട്ടല്ലാതെ പിന്നെ എങ്ങോട്ടാ വരുന്നത്? നോ, നീ ഈ ഫ്ലാറ്റിൽ ഉണ്ടാവാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഇങ്ങനെയൊക്കെ പറയാൻ ഇയാൾ ആരാടോ? ദേ നോക്കിയേ, ഞാൻ പറഞ്ഞ ലവ് സീൻ കേട്ട് ഫ്ലാറ്റ് ആയിട്ടാ ആ DCP നമുക്ക് ഈ ഫ്ലാറ്റ് തന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഫ്ലാറ്റ് പ്രിയദർശന് കൊടുക്കണം. അയാൾക്ക് ഇതുപോലത്തെ എത്ര ഫ്ലാറ്റ് ഉണ്ടാവും? നോക്ക്, ഈ ഫ്ലാറ്റിന്റെ മേൽ തനിക്ക് അധികാരമുള്ള പോലെ എനിക്കുണ്ട് അധികാരം. താൻ അവിടെ താമസിക്കുന്നു, ഞാൻ ഇവിടെ താമസിക്കുന്നു. സംഗതി ഓവർ. എടോ, താൻ എന്നെ ചതിക്കാൻ നോക്കരുത്. താൻ അവിടെ വെച്ച് പറഞ്ഞത് എന്താ, ഇപ്പൊ ചെയ്യുന്നത് എന്താ? ഫസ്റ്റ്, എനിക്ക് എന്റെ ഡൈവോഴ്സ് വേണം. ഡൈവോഴ്സ് വേണമെങ്കിൽ മിനിമം 1 ഇയർ എങ്കിലും ആകണം. അപ്പോ ആ 1 വർഷം വരെ താൻ ഇവിടെ ഉണ്ടാവോ? നീയും ഞാനും ഒരേ വീട്ടിലോ? അത് നടക്കില്ല. നിന്നെ പോലൊരുത്തനെ വിശ്വസിക്കാനേ പറ്റില്ല. തന്റെ ഡൗട്ട് എനിക്ക് മനസ്സിലായി. നോക്ക്, വലിയൊരു സുനാമി വന്ന് ഈ ലോകത്തെ മുഴുവൻ പെണ്ണുങ്ങൾ ഒഴുകിപ്പോയി ഇവിടെ താൻ ഒരുത്തെ അവശേഷിക്കുന്നുള്ളൂവെങ്കിലും തന്റെ മുഖത്ത് പോലും ഞാൻ നോക്കില്ല. അതോ ഹവയും പോലെ ഇവിടെ ഇപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ ഓർമ്മ ഉണ്ടാവണേ. മധു, നിന്റെ ഗ്രാൻഡ്മ. മധു മോളെ, എന്തിനാ മോളെ കരയുന്നേ? കരയാതെ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛമ്മ. ഞാൻ അവനെ സ്നേഹിച്ചിട്ടില്ല. എന്നോട് നീ നുണ പറയണ്ട. ഞാൻ നിന്നോട് പിണങ്ങുമെന്ന് വിചാരിച്ചോ? ഡാ മോളെ, ഇത് നിനക്കുള്ളതാ. നോക്ക്, ഇത് നിന്റെ കല്യാണത്തിന് വേണ്ടി വാങ്ങിയതാ. ഇനി ഇപ്പൊ അവിടെ ഇതിന്റെ ആവശ്യം എന്താ? നിന്റെ പഠിത്തത്തിന് വേണ്ടിയെങ്കിലും ഉപകാരപ്പെടുമല്ലോ. എടുത്തോ, കരയാതെ മോളെ. അതൊക്കെ പോട്ടെ, എന്റെ കൊച്ചുമരുമകൻ എങ്ങനെയുണ്ട്? അച്ഛമ്മ പൊയ്ക്കോ. അതല്ലടി, വെറുതെ വെച്ച് കുട്ടികളെ ഒന്നും പ്രസവിക്കാതെ പഠിത്തം പോകാനാ പറഞ്ഞത്. ഏട്ടാ, ഈ ഗോൾഡ് വിറ്റിട്ട് മധുവിന് കുറച്ച് ക്യാഷ് അറേഞ്ച് ചെയ്യണം. നോക്കട്ടെ. ബൈ മധു. ബൈ. ഇപ്പൊ നിനക്ക് കാശിന് ഇത്ര അത്യാവശ്യം നേടി? ആ പിസ്സാക്കാരൻ പിന്നെ അവിടെ താമസത്തിന് വന്നിട്ടുണ്ട്. ഞാൻ ഏതെങ്കിലും ഹോസ്റ്റലിൽ പോയി ജോയിൻ ചെയ്യാന്ന് വിചാരിക്കും. വേണ്ടടി, ഇതൊക്കെ ഡ്രാമ ആയിരുന്നു എന്നറിഞ്ഞാൽ നിന്റെ അച്ഛൻ നിന്നെ കൊണ്ടേ വീണ്ടും കെട്ടിപ്പിക്കും.
അത് ശരിയാ. എന്നാലും അലവലാതി എത്രയാന്ന് കരുതി ഞാൻ സഹിക്കാം. അവന് അത്ര കഴപ്പമാ? കഴപ്പമല്ലടി, കുഴപ്പം. അവന്റെ കരുതി ഞങ്ങൾക്ക് വിട്. ഞങ്ങൾ വെക്കുന്ന ടോർച്ചന ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ഓടി ഇനി ഒരിക്കലും അങ്ങോട്ട് വരാത്ത രീതിയിലാക്കി തരാം. ഓക്കെയാ?